ഞാൻ ആ സെവൻത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാമേ. അതിലെ ഹോംവർക്ക് ആയിരുന്നു. സെവൻത് ക്വസ്റ്റ്യൻ ഒരു വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സെവൻത് ക്വസ്റ്റ്യൻ തൊട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. സെവൻത് ക്വസ്റ്റ്യൻ ആണ്. സെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, എഴുതിക്കോളൂ. സെവൻത് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തവർ കുഴപ്പമില്ല, ചെയ്തവർ ശ്രദ്ധിച്ചിരുന്നാൽ മതി. എ കോഡ് ഓഫ് എ സർക്കിൾ, എ കോഡ് ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് കോഡ് ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് 12 centimeter subtend an angle 120 degree at the center. Find the area of the corresponding find the area of the corresponding segment of the circle. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ ഇന്നലെ ഇതുവരെ ചെയ്തത് നമുക്ക് ആ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിരുന്നു. കാരണം ഒരെണ്ണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയത് തന്നിരിക്കുന്നതും കൊണ്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. രണ്ടാമത്തേത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പെർട്ടിക്കുലർ ഇക്വേഷൻ ഒന്നും ഇല്ല. അതിനെ നമ്മൾ ഹൈറ്റ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ട്രിഗ്നോമെട്രി വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും ആ രീതി ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. പക്ഷെ അതിലും എളുപ്പമുള്ള മെത്തേഡ് ആയതുകൊണ്ടാണ് പകുതിക്ക് വെച്ചിട്ട് അത് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തത്, മറ്റേ രീതി ഫോളോ ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിള് എന്താണ്, സർക്കിൾ ഓഫ് റേഡിയസ് 12 centimeter subtend an angle 120 degree at the center. 120 degree at the center എന്ന് പറയുമ്പോഴത്തേക്കും അത് സെന്ററുമായിട്ട് ഒരു 120 ഡിഗ്രി സബ്റ്റെൻഡ് ചെയ്യാണ് കേട്ടോ. ഇതാണ് 120 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഒബ്വിയസ്ലി വേണ്ട ഇവിടെ ഈ രണ്ടിനെ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു കോഡ് വരയ്ക്കാൻ പറ്റുമല്ലോ, ഇല്ലേ? ഇതൊരു കോഡാണ്, ശരിയല്ലേ? നമുക്ക് വേണേൽ പേര് കൊടുക്കാം. ഇത് O, ഇത് A, ഇത് B. ശരിക്കും ഇതിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പൊ ഇതും റേഡിയസ് ആണ്, 12 ആണ്. ഒബ്വിയസ്ലി OAB ഐസോസിലസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേണ്ട ഈ സെഗ്മെന്റിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഇല്ല. നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുന്നത്, വേണ്ട ഈ മൊത്തം സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യും, വേണ്ട ഈ ട്രയാങ്കിളിന്റെ ഏരിയ അങ്ങോട്ട് മൈനസ് ചെയ്യും. അപ്പൊ ബാക്കി കണ്ടോ, ഈ വയലറ്റ് മാത്രം കിട്ടും. മനസ്സിലായോ? അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമല്ലോ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ട്രയാങ്കിൾ ആദ്യം ഏതാന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ ഇക്വേഷൻ ഒന്നുമില്ല, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റേ ഉള്ളൂ. പക്ഷെ ഇവിടത്തെ ബേസും തന്നിട്ടില്ല, ഇവിടത്തെ ഹൈറ്റും തന്നിട്ടില്ല. അത് രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിപ്പോ ഇവിടെ തന്നെ ഇത് AOB, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് 120 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്, ഇല്ലേ? ഇത് 120 ഡിഗ്രി ആണ്. ഈ ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ജോയിൻ ചെയ്യുന്ന അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിങ്ങൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ, അല്ലെങ്കിൽ ഒരു മീഡിയൻ വരച്ചാൽ എന്താണെന്നറിയാമോ? ഈ ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 എന്നാവും. മാത്രമല്ല ഓപ്പോസിറ്റ് സൈഡിനെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അത് ബൈസെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഇത് 60ഉം ഇത് 90ഉം ആണെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രി വരുമല്ലോ. ഓക്കെ, ഇനിയും ട്രിഗ്നോമെട്രി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേണ്ട ഈ ബേസും ഈ ട്രയാങ്കിളിന്റെ ഈ ബേസും അതേപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ ഈ ഹൈറ്റും ആണ് കണ്ടുപിടിക്കേണ്ടത്. ട്രിഗ്നോമെട്രി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. പൈതഗോറസ് തിയറം വെച്ചിട്ട് ഈ ട്രയാങ്കിളിന്റെ ബേസ് കണ്ടുപിടിക്കാം. പക്ഷെ പൈതഗോറസ് തിയറത്തിന്റെ ബേസ് കണ്ടുപിടിക്കാൻ മൊത്തം കിട്ടത്തില്ല, ഇത്രയും ഭാഗമേ കിട്ടത്തുള്ളൂ. അത്രയും ഭാഗം തന്നെ ആയിരിക്കും ഇങ്ങോട്ടേക്ക്, കാരണം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം എഴുതേണ്ട എന്താണെന്നറിയാമോ? OAB ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ ഒക്കെ എഴുതാം. OA എന്ന് പറയുന്നത് OB ആയിരിക്കും. അതേപോലെ അതിന്റെ ആംഗിൾ, അതായത് ജോയിൻ, ഇനി നമുക്ക് എഴുതുന്ന ജോയിൻ എന്താണ്, O to P. നമുക്ക് വേണമെങ്കിൽ P കണ്ടോ, ഇത് P എന്ന് കൊടുക്കാം. ഇത് P ഇട്ടിട്ട് കണ്ടോ OP കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സച്ച് ദാറ്റ് നമുക്ക് എന്തെന്ന് എഴുതാം, ആംഗിൾ AOP എന്ന് പറയുന്നതും ആംഗിൾ BOP എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അത് 60 വെച്ചായിരിക്കും. അതുകൊണ്ടാണ് മൊത്തം 120 ഡിഗ്രി വന്നത്. ഓക്കെ, അതേപോലെ ഈ ആംഗിൾ രണ്ടും 90 ഡിഗ്രി ആയിരിക്കും. ഓൾസോ ആംഗിൾ OPA ഈസ് ഈക്വൽ ടു OPB
ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇൻ ട്രയാങ്കിൾ ഇനി നോക്കി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം therefore ആംഗിൾ ഒ എ പി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും 30. അതെന്തുകൊണ്ടാ? ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് ആണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 30 കിട്ടിയാൽ നമുക്ക് ഓപ്പോസിറ്റിനെയും അതേപോലെ ഹൈപ്പോട്ടന്യൂസിനെയും കണക്ട് ചെയ്ത ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ, നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം, എന്നാലേ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഇവിടെ സൈൻ 30 എടുക്കുകയാണ്. സൈൻ 30 ഈസിക്കൽ ടു നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഒ പി ആണ്, ഹൈപ്പോട്ടന്യൂസ് സൈഡ് ഇവിടെ എന്താണ് AO ആണ്. അതായത് OP ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടി ഇല്ലേ? അപ്പം സൈൻ 30 എന്ന് പറയുമ്പോൾ 1/2 ആണ്. 1/2 ഈസിക്കൽ ടു എത്രയാ? OP ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടി. അതിന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12/2 ഈസിക്കൽ ടു OP എന്ന് കിട്ടി. OP അല്ലേ നമ്മുടെ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. അപ്പൊ അത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 6 കിട്ടി. അപ്പം OP എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ എന്താണ്? OAB ആണ്, അതിന്റെ ഹൈറ്റ് ആണ് അല്ലേ? അപ്പൊ അത് എത്രയാണ്? അത് 6 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ബേസ് കണ്ടുപിടിക്കണം. ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഈ ട്രയാങ്കിൾ AOP എടുത്തിട്ട് അതിനകത്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. അതേപോലെ നോക്കിയാൽ അത് ഇങ്ങനെ എഴുതാം. ഇൻ ട്രയാങ്കിൾ AOP അപ്ലൈ എന്താണ്? അപ്ലൈ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 12 ആണ്. 12 സ്ക്വയർ ഈക്വൽ ടു ബേസ് നമുക്കറിയത്തില്ല. ബേസ് എന്ന് പറയുമ്പോൾ എത്രയാ? AP ആണ്. AP സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 6 സ്ക്വയർ. അപ്പം ഇത് 144 മൈനസ് ഈ 6 സ്ക്വയർ ഇപ്പുറത്ത് വന്നപ്പോൾ 36 ഈക്വൽ ടു എത്രയാ? AP സ്ക്വയർ 36 144 അല്ലെ? 144 നിന്ന് 36 പോയി കഴിഞ്ഞാൽ 108 കിട്ടും. 108 ഈസിക്കൽ എത്രയാ? AP സ്ക്വയർ ഈസിക്കൽ 108. അവിടുന്ന് AP എത്ര കിട്ടും? AP ഈസിക്കൽ ടു റൂട്ട് 108 എന്ന് കിട്ടും. നമുക്കറിയാം ട്രയാങ്കിളുടെ ബേസ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ഓഫ് ട്രയാങ്കിൾ OAB ഈസ് എത്രയാ? AB ആണ് ഇല്ലേ? AB കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ AB ഈസിക്കൽ ടു AP പ്ലസ് PB ആണ്. ശരിക്കും രണ്ടും സെയിം തന്നെയാണ്. ഇതും റൂട്ട് 108 ആണ്, ഇതും റൂട്ട് 108 ആണ്. അപ്പൊ രണ്ട് റൂട്ട് 108 കൂടെ വരുമ്പോൾ 2 ഇൻറ്റു റൂട്ട് 108 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ബേസും കിട്ടി, ഹൈറ്റും കിട്ടി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് എന്ന് പറയുമ്പോൾ 2 റൂട്ട് 108 ആണ്. ഹൈറ്റ് എത്രയാണ്? 6. ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് എത്ര കിട്ടി? ഇനി ഈ 108നെ വേണമെങ്കിൽ നമുക്ക് നോക്കി റൂട്ട് 108നെ നമുക്ക് വേണമെങ്കിൽ റൂട്ടിനകത്ത് 54 ഇൻറ്റു 2 എന്ന് എഴുതി കഴിഞ്ഞാൽ 108 അല്ലേ? ഇൻറ്റു പുറത്ത് 6 ഉണ്ട്, റൂട്ടിന് പുറത്ത് 6 ഉണ്ട്. അതേപോലെ തന്നെ 54നെ വേണേൽ നമുക്ക് 27 ഇൻറ്റു 2 ഇൻറ്റു 2 എന്നാക്കാം. ഇൻറ്റു വെളിയിൽ ഒരു 6 ഉണ്ട്. ഈ 27നെ വേണമെങ്കിൽ നമുക്ക് 9 ഇൻറ്റു 3 ആക്കാം. ഇൻറ്റു 2 ഇൻറ്റു 2 റൂട്ടിനകത്ത് ഇൻറ്റു 6 പുറത്ത്. അതേപോലെ തന്നെ 9നെ വേണേൽ നമുക്ക് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇത്ര ഇങ്ങനെ ആക്കാം. അതായത് 108നെ നമ്മൾ ഇങ്ങനെ ആക്കി. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റും. നമുക്കറിയാം 3 ഇൻറ്റു 3 9 ആണ്. 9 റൂട്ട് ഉണ്ട്. അപ്പോൾ ഒരു 3യെ നമുക്ക് വേണേൽ പുറത്തിറക്കാം. റൂട്ടിനെ പുറത്തിറക്കി. ഇവിടെ 2 ഇൻറ്റു 2 4 ആണ്. 4ന് റൂട്ട് ഉണ്ട് 2. അപ്പോൾ അതിനെയും പുറത്തിറക്കാം. അപ്പോൾ 3 ഇൻറ്റു 2 പുറത്തിറക്കി. റൂട്ടോ നമുക്ക് എത്ര കിട്ടി? ബാക്കി ഇതിനകത്ത് ഒരു 3 മാത്രമേ ഉള്ളൂ. വെളിയിൽ എന്തുണ്ട്? ഒരു 6 ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 6 റൂട്ട് 3 ഇൻറ്റു 6 ആണ്. അപ്പൊ നമുക്ക് 36 റൂട്ട് 3 എന്നായിരിക്കും അതിന്റെ ഏരിയ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേണ്ട ഈ സെഗ്മെന്റിന്റെ ഏരിയ ആണ്. അപ്പൊ നമ്മൾ എന്താ ആദ്യം ഈ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് ചെയ്താൽ ഏരിയ ഓഫ് സെഗ്മെന്റ് കിട്ടത്തില്ലേ? അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു
area of minor sector minus എന്താണ് area of triangle OAB. അപ്പൊ ഏരിയ ഓഫ് എന്താണ് മൈനർ സെക്ടർ എന്ന് പറയുമ്പോൾ തീറ്റ അവിടെ 120 ആണ്. 120 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ പൈ എന്ന് പറയുമ്പോൾ 22/7, റേഡിയസ് എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 12 മൈനസ് ഇതിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് 36√3 എന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇത് രണ്ടും കട്ട് ചെയ്യുന്നു. ഇത് 12 മുതൽ 1/3 കിട്ടുന്നു. ഓക്കെ, ഇതിനെ നമുക്ക് 4 വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് നോക്കിയോ, 22 ഇൻറ്റു 4 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ എത്രയാണെന്ന് അറിയാമോ, 7 മൈനസ് എത്രയാ, 36√3. ഇനി നമുക്ക് മാനുവലി മൾട്ടിപ്ലൈ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ 22 ഇൻറ്റു 4 എന്ന് പറയുമ്പോഴത്തേക്കും 88 കിട്ടും. 88 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 7 മൈനസ് 36√3 എന്ന് കിട്ടുന്നു. ഇതിന്റെ എന്താണ് ഫൈനൽ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലത്തേത് വരുന്നത് 88.4 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ വരും. കാരണം 188 നമുക്ക് ചെയ്യാം. 88 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 16 16 1 17 8 8 6 7 15 9 956 ഡിവൈഡഡ് ബൈ 7 മൈനസ് 36√3 എന്ന് വരുന്നു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ 956 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ 1 7 2 5, അതായത് നമുക്ക് 7 7 3 21 ഓക്കെ, നിങ്ങൾ ഇത് 956 അല്ല 1056 ആണേ. 956 അല്ല 1056 ആണ്. 8 2 10 അല്ലേ, 1056 ഡിവൈഡ് ബൈ 7. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാമോ? ഇത് ചെയ്യുമ്പോൾ 1056 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് 150 മൈനസ് നമുക്ക് എത്ര കിട്ടും, 150.08 മൈനസ് 36 ഇൻറ്റു √3നെ നമുക്ക് √3യുടെ വാല്യൂ കൊടുക്കാം 1.732. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 36 ഇൻറ്റു 1.732 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 62.352 കിട്ടുന്നത്. അപ്പൊ 150.08 മൈനസ് 62.352 കിട്ടും. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 150 ആൻസർ 87.27 കിട്ടും. 87 ആണെന്ന് തോന്നുന്നു അല്ലയോ? ഒരു സെക്കൻഡ് ഞാൻ ചെക്ക് ചെയ്തോട്ടെ. എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് 87 സംതിങ്, പക്ഷെ ആൻസർ 88.44. അത് കിട്ടും. നമ്മുടെ പോയിന്റ് നമ്മൾ ചിലപ്പം ഒരു പോയിന്റ് കൂടുതൽ എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെ ഒരു പോയിന്റ് കുറവായിരിക്കും എടുത്തിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കുമേ. അപ്പൊ 88.44 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞു തരാമെന്ന് തന്നെ വിചാരിച്ചത്. ഹോംവർക്ക് തന്നാണ് എങ്കിലും ഞാനത് പറഞ്ഞു തന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അതായത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എ ഹോഴ്സ് ഈസ് ടൈഡ് ടു എ പെഗ് അറ്റ് one corner of a square shaped grass field of side 15 meter by means of 5 meter long rope. നമുക്ക് ഒന്നാമത്തെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഏരിയ of that part of the field in which horse can graze.
അതേപോലെ തന്നെ രണ്ടാമത്തേത് ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ grazing area if the rope were 10 meter long instead of 5 meter. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ എഴുതി പോകാൻ പറ്റുമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് പിന്നീട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ശ്രദ്ധിക്കുക. നോക്കുക, ഇവിടെ ഒരു സ്ക്വയർ ഫീൽഡ് ആണ്. ഈ സ്ക്വയർ ഫീൽഡിന്റെ ഇവിടെ ഒരു കമ്പി നാട്ടി വെച്ചിരിക്കുകയാണ് ഈ പോയിന്റിൽ. എന്നിട്ട് അതേലോട്ട് എന്താണ് ഈ സ്ക്വയർ ഫീൽഡിന്റെ എന്താണ് സൈഡ് എന്ന് പറയുമ്പോൾ 15 ആണ്, ഇങ്ങോട്ടും 15 ഇങ്ങോട്ടും 15. അപ്പൊ അതില് എന്താണെന്നറിയാമോ, ഒരു 5 മീറ്റർ നീളമുള്ള ഒരു വയറയിലോട്ട് ഒരു കുതിരയെ കെട്ടിയിരിക്കുക. ഇതൊരു കുതിരയാണെന്ന് വിചാരിക്കുക. ഇതിനകത്തെല്ലാം പുല്ലാണ്. ഓക്കെ, ഇതിനകത്തെല്ലാം പുല്ലാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, അപ്പം ഈ പുല്ലൊക്കെ തിന്നണമെന്നുണ്ടെങ്കിൽ ഇതിനെ 5 മീറ്റർ നീളമുള്ള കയറിലാണ് കെട്ടിയിരിക്കുന്നത്. അപ്പൊ മാക്സിമം ഇവർക്ക് എങ്ങനെയാ മൂവ് ചെയ്യാൻ പറ്റുന്നത്? ഇവന് ഇവിടെ ഇങ്ങോട്ടും അതേപോലെ തന്നെ ഇങ്ങനെ ഇത്രയുമല്ലേ മൂവ് ചെയ്യാൻ പറ്റുന്നത്, ശരിയല്ലേ? കാരണം ആ റേഡിയസ് എത്രയാണോ കയറിന്റെ ലെങ്ത് എത്രയാണോ അത്രയുമേ ഉള്ളൂ. എങ്ങോട്ടാണെങ്കിലും ഇത്രയും 5 മീറ്റർ, ഇത്രയും 5 മീറ്റർ, ഇത്രയും 5 മീറ്ററേ പോകാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു ക്വാഡ്രന്റ് ആയി മാറിയില്ലേ, ശരിയല്ലേ? കാരണം ഇതിന്റെ കോർണറിലാണ് കെട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു ക്വാഡ്രന്റ് ആയി. അപ്പൊ ഇതിന് ഗ്രേസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കിയാൽ മതി? ആ ഏരിയ ഓഫ് ക്വാഡ്രന്റ് വിത്ത് റേഡിയസ് എത്ര ചെയ്താൽ മതി? 5 ചെയ്താൽ മതി, ശരിയല്ലേ? ആണോ? അതായത് ഇവിടെ ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഇപ്പം ഞാൻ ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കിക്കോളൂ, ഇതിനകത്ത് നമ്മൾ പച്ച, അതേപോലെ തന്നെ ഇത് ഡോട്ട്, ഇതിലോട്ട് എന്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്? ഇതിലോട്ട് നമ്മൾ 5 മീറ്റർ നീളമുള്ള ഒരു കയറ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ കയറിൽ നമ്മൾ കുതിരയെ കെട്ടി. കുതിരയ്ക്ക് ഗ്രേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇത്രയുമേ ഉള്ളൂ, ശരിയല്ലേ? 5 മീറ്റർ ഇതിലേ പോകാൻ പറ്റത്തുള്ളൂ, ശരിയല്ലേ? അപ്പൊ ഇതൊരു ക്വാഡ്രന്റ് ആയിട്ട് മാറി. അപ്പൊ ഈ ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ക്വാഡ്രന്റ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈസിക്കൽ എത്രയാ? θ/360 ഇൻറ്റു എന്താ, ക്വാഡ്രന്റ് ആണെങ്കിലും സെക്ടർ ആണെങ്കിലും θ/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ തീറ്റ ക്വാഡ്രന്റ് ആയതുകൊണ്ട് തന്നെ 90 ആണ് ഫിക്സ്ഡ് ആയിട്ട് നമുക്കറിയാം. 90/360 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുമ്പോൾ 5 ആണ്. 5 ഇൻറ്റു 5 ആണല്ലോ. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇത് 1/4 വരുന്നു. 1/4 ഇൻറ്റു 22/7 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് വരുന്നു. വീണ്ടും ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നു. ഇത് 11 വരുന്നു, ഇത് 2 വരുന്നു, ഇല്ലയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 11 ഇൻറ്റു 5 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 7, അതായത് 55 ഇൻറ്റു 5, 5 5 25, 5 27, 275 ഡിവൈഡഡ് ബൈ 14. 275 ഡിവൈഡഡ് ബൈ 14 എന്ന് പറയുന്ന സമയത്ത് 14 ഇൻറ്റു 2 28 ആണ്. 14 ഇൻറ്റു 2 1 2 20 വരില്ല. അപ്പം 1 വരുന്നു. 1 വരുമ്പോഴത്തേക്കും ഒരു 19 പോയിന്റ് സംതിങ് വരും. 19 പോയിന്റ് എനിക്ക് ആൻസർ നോക്കട്ടെ. 19.625 ഇതായിരിക്കും അതിന്റെ ആൻസർ. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഈ കയറിന്റെ നീളം 10 ആക്കിയാൽ, കയറിന്റെ നീളം ഇതിപ്പോ 5 ഉള്ളൂ നീളം, കയറിന്റെ നീളം 10 ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കയറിന്റെ നീളം ഇതിന്റെ ഇരട്ടിയാക്കുക, ഇവിടം വരെ ആക്കുക. കണ്ടോ, ഇപ്പൊ ഇത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രേസിംഗ് ഏരിയ എന്ത് ചെയ്യും നോക്കിയോ? ഇവിടെ ഒന്ന് ഇങ്ങനെ ആവത്തില്ലേ, ശരിയല്ലേ? ഇത്രയും ഏരിയയിൽ ഇപ്പൊ നോക്കിയേ, ഇതും 10, കണ്ടോ? ഇത്രയും ഏരിയയിൽ ഗ്രേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ? അതും θ/360 ഇൻറ്റു എന്താ? θ/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ തന്നെയാണ്, അല്ലേ? അപ്പൊ റേഡിയസ് അങ്ങ് മാറ്റിയാൽ മതി. അതായത് അപ്പം if എന്താണ്? if റോപ്പ് ലെങ്ത് ഈക്വൽ ടു എത്രയാ? 10 മീറ്റർ ആണെങ്കിൽ റേഡിയസ് 10 മീറ്റർ ആവും. അങ്ങനെയാണെങ്കിൽ അവിടെയും ഏരിയ ഓഫ് ക്വാഡ്രന്റ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ക്വാഡ്രന്റ് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഏരിയ ഓഫ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ഗ്രേസിംഗ് ഫീൽഡ് ആണ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്വാഡ്രന്റ് ഈക്വൽ ടു എത്രയാ? 90/360 ഇൻറ്റു എത്രയാ? പൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് 1/4 ഇൻറ്റു 22/7 ഇൻറ്റു 10 ഇൻറ്റു 10, ഇത് രണ്ടും കട്ട് ചെയ്യാം. ഇത് 11/2 എന്ന് വരും. ഇത് രണ്ടും കട്ട് ചെയ്യാം, ഇത് 5 എന്ന് വരും. അപ്പൊ 55 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 550 ഡിവൈഡ് ബൈ 7. അപ്പം 7 7 49,
49 വരുമ്പോഴത്തേക്കും 6 വരുന്നു. അപ്പം 78 പോയിന്റ് സംതിങ് ആയിരിക്കും ആൻസർ. നോക്കാം. ഓക്കെ, 78 പോയിന്റ് എന്താണ് 5 വന്നിരിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല അവർ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ ഗ്രേസിംഗ് ഏരിയ ഓഫ് റോപ്പ് വെയർ 10 മീറ്റർ ലോങ് ഓഫ് വയർ 10 അല്ലെങ്കിൽ റോപ്പ് 10 മീറ്റർ ലോങ് ഇൻസ്റ്റെഡ് ഓഫ് എന്താണ് 5 മീറ്റർ. അതായത് 5 മീറ്റർ ആകുമ്പോൾ ഗ്രേസിംഗ് ഏരിയ എവിടം വരെയായിരുന്നു? 5 മീറ്റർ ആകുമ്പോൾ ഗ്രേസിംഗ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട ഇത്രയുമായിരുന്നു. 10 മീറ്റർ ആകുമ്പോൾ ഗ്രേസിംഗ് ഏരിയ കണ്ടോ എത്ര? വേണ്ട ഇത്രയുമായി ഇല്ലേ? 10 മീറ്റർ ആകുമ്പോൾ ഗ്രേസിംഗ് ഏരിയ വേണ്ട ഇത്രയുമായി. അങ്ങനെയാണ് എത്ര ഏരിയ കൂടി എന്നാ ചോദിച്ചിരിക്കുന്നത്. എത്ര ഏരിയ കൂടി? കൂടിയ ഏരിയ എന്ന് പറയുമ്പോൾ വേണ്ട ഇത്രയും ഏരിയ. ഈ റെഡ് പോർഷൻ ആണ് കൂടിയത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 10 മീറ്റർ ലെങ്ത് ഉള്ള ആ ഏരിയ ഗ്രേസ് ചെയ്യുന്നത് -5 മീറ്റർ ഗ്രേസ് ചെയ്യുന്നത് മൈനസ് ചെയ്താൽ മതി. അതായത് ഇൻക്രീസ് ഇൻ ഏരിയ ഈസിക്വൽ എന്ത് ചെയ്താൽ മതി? ഇൻക്രീസ് ഇൻ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ക്വാഡ്രന്റ് when r is equal to എന്താണ്? when r is equal to 10 minus എന്താണ്? ഏരിയ ഓഫ് ക്വാഡ്രന്റ് when എന്താ? when r is equal to 5. ശരിയല്ലേ? അത് നമുക്ക് ആദ്യം ഓൾറെഡി എന്തായിരുന്നു കിട്ടിയത്? r 10 ആകുമ്പോൾ 78.5 കിട്ടി. r 5 ആയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 19.6 കിട്ടി. 19.6 കിട്ടി. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 58.875 അത്രയും സെന്റിമീറ്റർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കണേ. എല്ലാവരും ശ്രദ്ധിക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കുക. ഐറിൻ ഓക്കെ ആണോ? ഐറിൻ, റിച്ചി, റിജോ ഓക്കെ ആണോ? അൽക്ക, ശ്രേയ, 2 ശ്രേയമാരും ഓക്കെ. ഇനി നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബ്രൂച്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രൂച്ച് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ കോട്ടും സ്യൂട്ടും ഇടുന്നവരുടെ എന്താണ് അതായത് ഒരു ചെസ്റ്റ് പോർഷനിലായിട്ട് അവർ ഒരു ബാഡ്ജ് പോലെ ഒരു സാധനം കുത്തിവെക്കത്തില്ലേ? അല്ലെങ്കിൽ എന്താണ് നിങ്ങളിപ്പം നിങ്ങളുടെ ഹെയർ എന്താണ് ക്ലിപ്പുകളിലൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഡിസൈനുള്ള കണ്ടോ? ഇങ്ങനെ വട്ടത്തിൽ ഡിസൈൻ, ഇവിടെ പൂവിന്റെ ഡിസൈൻ, ഇങ്ങനെയൊക്കെയുള്ള സാധനം ഇല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രൂച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ആ ബ്രൂച്ചിന്റെ നമ്മളിപ്പം ഉണ്ടാക്കാൻ പോകുന്ന ബ്രൂച്ച് എന്താ ചെയ്യുന്നതെന്ന് അറിയാം. അത് ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതാം. A brooch is made with silver wire in the form of a circle with diameter 35 millimeter. The wire is also used in making 5 diameters which divide the circle into 10 equal sectors. Find the total
ലെങ്ത് ഓഫ് സിൽവർ വയർ റിക്വയർഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ഏരിയ ഓഫ് ഈച്ച് സെക്ടർ ഓഫ് ദ ബ്രൂച്ച്. എന്താ അവർ ചോദിച്ചിരിക്കുന്നത് അറിയോ? നമ്മളൊരു ബ്രൂച്ച് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു പടവും കൂടെ വരച്ചിട്ടുണ്ട്. വേണ്ട ഇങ്ങനെ എൻ്റെ കയ്യിൽ ഒരു സിൽവർ വയർ ഉണ്ടേ. എൻ്റെ കയ്യിൽ ഒരു സിൽവർ വയർ ഇതുണ്ട്. ഇത്രയും ലെങ്തിൽ ഞാനൊരു സിൽവർ വയർ എടുത്തിരിക്കുക. ഈ സിൽവർ വയർ വെച്ചിട്ട് എനിക്കൊരു സർക്കിൾ ഫോം ചെയ്യണം. പിന്നെ 5 ഡയമീറ്ററും ഫോം ചെയ്യണം. അത് അങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്തു? ഞാൻ വേണ്ട ഇവിടെ ഒന്ന് വേണ്ട ഇത്രയും പീസ് ഞാൻ വേണ്ട ഇപ്പൊ ഞാൻ ഇതിനെ ബ്ലാക്ക് കളറും കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഗ്രീൻ കളറും കൊണ്ട് ഈ സിൽവർ വയറിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. അതിൽ ഞാനിപ്പോൾ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന അത്രയും പോർഷൻ ഞാൻ എടുക്കാൻ പോവാണേ. അത്രയും പോർഷൻ എടുത്തിട്ട് ഞാൻ അതിനെ സർക്കിൾ ആക്കാൻ പോവാം. കണ്ടോ? ഇത്രയും പോർഷൻ ഞാൻ എടുത്തിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സർക്കിൾ ആക്കുന്നു. ഇത്രയും പോർഷൻ എടുത്തിട്ട് അപ്പൊ ഓർത്തോണം, ഞാൻ ബ്ലാക്ക് പോർഷൻ എടുത്തു. ഇത്രയും ഞാൻ ആ ബ്ലാക്ക് അവിടുന്ന് അത്രയും കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു സർക്കിൾ ഉണ്ടാക്കി. കണ്ടോ? ഒരു സർക്കിൾ ഉണ്ടാക്കി. ആ അത്രയും പോർഷൻ വെച്ചിട്ട് കണ്ടോ, ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ട് ഇതിനെ മുട്ടിച്ച് ഞാൻ എന്ത് ചെയ്യാം? ഞാനൊരു സർക്കിൾ ഉണ്ടാക്കി. ഇതാണ്. ഇനി ബാക്കിയുള്ള പച്ച ഭാഗം കണ്ടോ, അത് വെച്ചിട്ട് ഞാൻ ഈ സർക്കിൾ 5 ഡയമീറ്റർ രീതിയിൽ ഈ സിൽവർ കമ്പികൾ ഞാൻ പിടിപ്പിക്കാൻ പോവാ. അതായത് ഞാൻ അതിനെ റെഡ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെ എന്ത് ചെയ്തു? ഒരു വയർ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ വേണ്ട ഇങ്ങനെ കൊണ്ടുവച്ചു. കണ്ടോ? ഇവിടെ നിന്ന് ഇവിടം വരെ ഞാനൊരു ഈ വയറിന്റെ ഇത്രയും പീസ് കട്ട് ചെയ്ത് കണ്ടോ 1 ഡയമീറ്റർ ആക്കി. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ നോക്കിയോ, ഞാൻ അടുത്തത് അതേ സെയിം ലെങ്തിൽ തന്നെ, നമുക്ക് ഡയമീറ്റർ ആണല്ലോ, അതേ സെയിം ലെങ്തിൽ തന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത ഡയമീറ്റർ ഞാൻ വെച്ചു. അതേപോലെ തന്നെ അടുത്തത് ഇവിടെ നിന്ന് ഇവിടം വരെ കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? അടുത്ത ഡയമീറ്ററും കൂടെ വെച്ചു. ഇനി എനിക്ക് മൊത്തം 5 ഡയമീറ്റർ ആയപ്പോൾ 3 ഡയമീറ്റർ ആയതേ ഉള്ളൂ. അപ്പൊ ഞാൻ അടുത്തത് ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും കളർ ഉപയോഗിക്കാം. നോക്കിയോ, ഇവിടെ നിന്ന് ഇവിടം വരെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ 4ാമത്തെ ഡയമീറ്റർ വെച്ചു. ഇനി ഞാൻ ബാക്കി വരുന്ന എത്രയാണോ അത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തു. അതായത് എന്താ ഗ്രേ കൊടുക്കാം. ബാക്കി ഇവിടെ നിന്ന് കണ്ടോ ഇവിടം വരെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് 5ാമത്തെ ഡയമീറ്റർ ആക്കി വെച്ചു. ഓക്കെ, അപ്പൊ മൊത്തം ഇപ്പം 5 ഡയമീറ്റർ ആയി. 1 2 3 4 5. അപ്പം എനിക്ക് തന്നിരിക്കുന്ന വയറിനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു വട്ടം ഉണ്ടാക്കി. പിന്നെ ബാക്കി വരുന്ന വയറിനെ ഉപയോഗിച്ചിട്ട് ആ വട്ടത്തിന്റെ നടുക്കോട്ട് ഞാൻ എന്ത് ചെയ്തു? വെൽഡ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ചു എന്ന് ഓർത്താൽ മതി. സിൽവർ വയർ വെൽഡ് ചെയ്തോ അല്ലെങ്കിൽ അതിനെ സോൾഡർ ചെയ്തോ വല്ലോ ഇങ്ങനെ പിടിപ്പിച്ചു വെച്ചിരിക്കുക. ഇതിപ്പോ ഒരു ഡിസൈൻ പോലെ ആയല്ലോ. എന്നിട്ട് ഇതേലോട്ട് ചെറിയ എന്താ വട്ടത്തിലുള്ള ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചു. അതൊന്നും വേണ്ട. അത് അങ്ങനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ? എനിക്ക് ഈ വയറിന്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണം. വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? ഇതിന്റെ ഡയമീറ്റർ 35 മില്ലിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എ ബ്രൂച്ച് ഈസ് മെയ്ഡ് വിത്ത് എ സിൽവർ വയർ ഇൻ ദി ഫോം ഓഫ് എ സർക്കിൾ വിത്ത് ഡയമീറ്റർ 35. അപ്പൊ ഡയമീറ്റർ കണ്ടോ, ഇത് ഒരെണ്ണത്തിന്റെ ഈ ഒരെണ്ണത്തിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 35. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 35. അപ്പൊ 35 70 ആയി. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 35. അപ്പം 35 70 105 ആയി. ഇതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും 35 ഇല്ലേ? ഡയമീറ്ററിന്റെ എല്ലാം ലെങ്ത് 35 ആണ്. അപ്പം 105ഉം 140 ആയി. പിന്നെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? 35. അപ്പം 175 ആയി. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വയറിന്റെ ലെങ്ത് എത്ര കിട്ടി? 175 മില്ലിമീറ്റർ കിട്ടിയില്ലേ? കിട്ടി. ലോജിക്കാണ് പറഞ്ഞു തരുന്നത്. ഇനി ബാക്കി ഇത്രയും കൂടെ ഉണ്ട്. ഇത്രയും എന്ന് പറയുമ്പോൾ എന്താ? ആ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലേ? അപ്പൊ പെരിമീറ്റർ ഓഫ് സർക്കിൾ കണ്ടുപിടിച്ചാൽ പോരെ? പെരിമീറ്റർ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കും റേഡിയസ്. പെരിമീറ്റർ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി 2πr ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് നോക്കിക്കോളൂ. അപ്പം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതായത് പെരിമീറ്റർ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു 2πr. അപ്പം 2 × 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നമുക്ക് ഇതിന്റെ പകുതി, അതായത് ഡയമീറ്ററിന്റെ പകുതി. ഡയമീറ്റർ 35ആണ്. 35ന്റെ പകുതി നമ്മൾ ഇങ്ങനെ ഇടാം, വെട്ടാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അല്ലെ 17.5 ഇട്ട് കഴിഞ്ഞാൽ വെട്ടാൻ പാടായിരിക്കും. അപ്പം ഞാൻ ഇതും കട്ട് ചെയ്തിട്ട് നോക്കി, 7 5 35. ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇത് 11 കിട്ടും. അപ്പൊ 11 × 5 55. 55 × 2 എത്ര? 110 മില്ലിമീറ്ററിന് കിട്ടി. കണ്ടോ? അതായത് 2πr ചെയ്യുമ്പോൾ ഇത്രയും ഭാഗത്തിന്റെ ലെങ്ത് 110 മില്ലിമീറ്റർ. അതിൻ്റെ കൂടെ 175 കൂട്ടുമ്പോൾ
മൊത്തം ഞാൻ എടുത്തിരിക്കുന്ന വയർ, ഈ ബ്രൂച്ച് ഉണ്ടാക്കാൻ വേണ്ടി മൊത്തം ഞാൻ എടുത്തിരിക്കുന്ന സിൽവർ വയറിന്റെ ലെങ്ത് 285 മീറ്റർ ആണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എഴുതാം എന്താണ് ലെങ്ത് ഓഫ് വൺ ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 35 ആണ്. 5 ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 35 ഇൻറ്റു 5 ആണ്, അതായത് 175. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് വയർ എന്ത് വരും? ടോട്ടൽ ലെങ്ത് ഓഫ് വയർ എന്ത് വരും? ടോട്ടൽ ലെങ്ത് ഓഫ് വയർ എന്ന് പറയുമ്പോൾ 110 പ്ലസ് 175, അതായത് പറഞ്ഞോ പറഞ്ഞോ പറയുന്നൊന്നും കേൾക്കുന്നില്ല. റിജോ പറയുന്നൊന്നും കേൾക്കുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഒരു മെസ്സേജ് അയച്ചോ. ഇതിന് വാട്സപ്പിലോട്ട് ഒരു മെസ്സേജ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇനിയും നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി ദ ഏരിയ ഓഫ് ഈച്ച് സെക്ടർ ഫോംഡ്. നമുക്കറിയാം ഇപ്പൊ ഇതിനകത്ത് എത്ര സെക്ടർ ഫോം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എണ്ണി നോക്കി. 5 ഡയമീറ്റർ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 10 സെക്ടർ ഫോം ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യേണ്ട. എന്താണെന്നറിയോ? ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം മൊത്തം എത്രയാ? മൊത്തം എന്ന് പറയുമ്പോൾ 360. അതിനെ 10 ഈക്വൽ സെക്ടർ ആയിട്ട് നോക്കി. 1 2 3 4 5 6 7 8 9 10. അപ്പം ആംഗിളും 10 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 360നെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ? 360നെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? അതായത് 360നെ 10 ആയിട്ട് ഡിവൈഡ് കഴിഞ്ഞാൽ ഇത് രണ്ടും പോകുമ്പോൾ ബാക്കി 36. അപ്പൊ സെൻട്രൽ ആംഗിൾ ഒരു സെക്ടറിന്റെ എത്രയാ? 36. അപ്പൊ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? മൊത്തം എന്താണ് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് സെക്ടർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് തീറ്റ ബൈ 360 ഇൻറ്റു എത്രയാണ്? പൈ ആർ സ്ക്വയർ ആണ്. തീറ്റ എന്താ? തീറ്റ കണ്ടുപിടിക്കാൻ എപ്പോഴും ആലോചിച്ചോണം. മൊത്തം 360 ഡിവൈഡഡ് ബൈ എത്രയാണ്? നമ്പർ ഓഫ് സെക്ടർ. എത്ര സെക്ടർ ഉണ്ടല്ലോ? 10 ആണ്. അപ്പൊ അത് വേണമെങ്കിൽ എഴുതി വെച്ചോണം. ടോട്ടൽ ആംഗിൾ ഇൻ എ സർക്കിൾ ടോട്ടൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഡിവൈഡഡ് ബൈ എത്രയാണ്? നമ്പർ ഓഫ് സെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും. ഇനി 36 വെച്ചിട്ട് ചെയ്യാം. നോക്കി, 36 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? റേഡിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് 35 ഡയമീറ്റർ ആണ്. അപ്പൊ 35/2 ഇൻറ്റു 35/2 ആയിട്ട് എടുക്കാം. 17.5 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോയിന്റ് വരുമ്പോൾ ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. അപ്പൊ ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. 1/10 ആയി അല്ലെ? 1/10 ആയി. ഈ 7 35 കൂടെ 5 കട്ട് ചെയ്യാം. വീണ്ടും ഈ 10ഉം ഈ 5ഉം കൂടെ 2 കട്ട് ചെയ്യാം. ഈ 2ഉം 22ഉം കൂടെ 11 കട്ട് ചെയ്യാം. അപ്പൊ ബാക്കി വരുന്നത് 11 ഇൻറ്റു 35 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2. അപ്പൊ 35 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 350. 35 35 അപ്പൊ 385 ഡിവൈഡഡ് ബൈ 4. അപ്പൊ നമുക്ക് 8 4 32 9 4 36 9 9 4 36 25 24 ആൻസർ. ഒരു സെക്കൻഡ്, ആൻസർ നോക്കിക്കോട്ടെ. 385 ഡിവൈഡ് ബൈ 4 എന്നാണ് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കിടക്കുന്നത്. അത്ര അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് എഴുതിക്കോ, കുഴപ്പമില്ല. ഡിവൈഡ് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല. 95 പോയിന്റ് സംതിങ് എങ്ങാണ്ട് വരും. അത്രയും മില്ലിമീറ്റർ സ്ക്വയർ ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ചോദിക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. നോക്കിക്കോളൂ. ആൻ അംബർല has 8 ribs which are equally spaced. Assuming the umbrella to be flat, to be a flat circle of radius 45 centimeter. Find the area between two consecutive ribs of the umbrella. അതായത് നിങ്ങളുടെ അംബർല യൂഷ്വലി ഇതുണ്ട് ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്, ഇങ്ങനെ കുറെ കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, ശരിയല്ലേ? എന്നാൽ ഇതിനെ നിങ്ങൾ മണ്ടയ്ക്ക് ഒന്ന് ഇങ്ങനെ അടിച്ച് പരത്തിയിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ടോപ്പ് വ്യൂ നോക്കുമ്പോഴത്തേക്കും ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കുക. അതായത് കണ്ടോ, അതായത് എത്ര റിബ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 8 റിബ്സ്. അതായത് 1 2 3 4 5 6 7 8 കണ്ടോ, 8 റിബ് ഉണ്ടെന്ന്. ടോപ്പ് വ്യൂ ആണ്, അംബർലയുടെ മുകളിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ അല്ല അവർ പറഞ്ഞ ഫ്ലാറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞത്, ടോപ്പ് വ്യൂ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ 8 ഈക്വൽ റിബ്സാ. അപ്പൊ സെൻട്രൽ ആംഗിൾ എന്ത് വരും? 360 ഡിവൈഡഡ് ബൈ, നമുക്കറിയാം ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈക്വലി സ്പേസ്ഡ് സെക്ടർ അല്ലെങ്കിൽ സ്പേസ്ഡ് സെക്ടർ ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി 360 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സെക്ടർ ചെയ്താൽ ഇവിടെ 8 സെക്ടർ ഉണ്ട്. അപ്പോൾ 360 ഡിവൈഡ് ബൈ 8 ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും അതിന്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 45 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 കോൺസിക്യൂട്ടീവ് റിബിനിടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കണം. 2 കോൺസിക്യൂട്ടീവ് റിബ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്തുള്ള 2 റിബ്. ഇതാണ് 2 കോൺസിക്യൂട്ടീവ് റിബ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ അവർ ചോദിച്ചിരിക്കുന്നത്? ഏരിയ ഓഫ് സെക്ടർ എന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഇല്ല. ഇതിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം തീറ്റ ഈക്വൽ ടു മൊത്തം ആംഗിൾ 360 ആണ്, ഡിവൈഡഡ് ബൈ എത്രയാണ്, എത്ര ഈക്വലി സ്പേസ്ഡ് സെക്ടേഴ്സ് ഉണ്ട്? 8 എണ്ണം. ഓക്കെ, അപ്പം ഇത് നമുക്ക് കിട്ടുന്ന സമയത്ത് എത്രയാണ്? 36 4 8 5 40 32 32 4 40 8 5 45 ഡിഗ്രി വരും. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയാവോ? എല്ലാ സെക്ടറിനും ഈക്വലി സ്പേസ്ഡ് ആയതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നേരത്തെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. എല്ലാ സെക്ടറും എന്താണ് ഫോം ചെയ്തിരിക്കുന്നത്? ഈക്വലി സ്പേസ്ഡ് ആയതുകൊണ്ടാണ് നേരത്തെ, അതായത് നമ്മുടെ ബ്രൂച്ചിന്റെ കേസിലും അതുകൊണ്ട് ചെയ്തത്. ഓക്കെ, ഇവിടുത്തെ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും 45 ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. റേഡിയസും 45 ആണ്. നോക്കി, തീറ്റയും 45 ആണ്, ഇവിടുത്തെ റേഡിയസും 45 ആണ്, ആറും 45 ആണ്. അങ്ങനെയാണ് നമുക്ക് ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. എന്താ ഏരിയ ഓഫ് സെക്ടർ തന്നെയാണ് അല്ലേ? ഈക്വൽ ടു എത്രയാണ്? തീറ്റ ബൈ 360 ഇൻറ്റു എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. തീറ്റ എത്രയാണ്? 45, പൈ മറ്റേത് 360 ഇൻറ്റു 22/7 ഇൻറ്റു എത്രയാ? 45 ഇൻറ്റു 45 ആണ്. ശരിയല്ലേ? റേഡിയസ് 45 അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഇത് രണ്ടും കട്ട് ചെയ്യുന്ന സമയത്ത് 45 അല്ലേ? 5 വെച്ച് 45 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ? 45 വെച്ച് 14 20 220 7 4 ഓക്കെ, ഇത് മാനുവലി മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ചിലതൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കട്ട് ചെയ്യാൻ പറ്റുന്നത് കട്ട് ചെയ്യുക, അല്ലാത്തത് എന്ത് ചെയ്യുക? നമുക്ക് ഈ 45നെയും 360നെയും 8 വെച്ച് കട്ട് ചെയ്യാം അല്ലേ? 1/8 കിട്ടും. അപ്പോൾ 1/8 ഇൻറ്റു 22/7 ഇൻറ്റു 45 ഇൻറ്റു 45. ഇനി വേണമെങ്കിൽ 8നെയും 22നെയും 11ഉം 4ഉം വെച്ച് കട്ട് ചെയ്യാം. വീണ്ടും ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്താ? ഇനിയിപ്പോ 11 ഇൻറ്റു 45 ഇൻറ്റു 45 ഡിവൈഡ് ബൈ എത്രയാ? 4 ഇൻറ്റു 7 എന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലയോ? അത് ഞാൻ മാനുവലി അങ്ങ് ചെയ്യാൻ പോവാണ്. 45 ഇൻറ്റു 45 ഇൻറ്റു 11 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 22,275 എന്ന് വരുന്നു. ഡിവൈഡഡ് ബൈ 28 ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ബൈ 28 ചെയ്യുമ്പോൾ ഇതിന് ആൻസറും കൂടെ അങ്ങ് എടുത്ത് എഴുതുകയാണ്. ഡിവൈഡഡ് ബൈ 28 ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 795.
795.5 കറക്റ്റ് ആണ്. 795.5 ആണ്. അത്രയും സെന്റിമീറ്റർ. ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. ഒത്തിരി ചൂട് വേണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. A car has two wiper. A car has two wiper which do not overlap. Each wiper has a blade of length 25 centimeter sweeping 25 centimeter sweeping through an angle of 115 degree. Find the total area cleaned at each sweep of the blade. അതായത് നിങ്ങളുടെ ഒരു കാറിന്റെ ചില്ല്, ജസ്റ്റ് കാറിന്റെ ചില്ല് ഒന്ന് വരയ്ക്കുകയാണ്. നിങ്ങളുടെ വണ്ടിയുടെ കാറിന്റെ ചില്ല്. ഇവിടെ ഒരു വൈപ്പർ ഉണ്ട്. ഓക്കെ. അതേപോലെ ഇവിടെ ഒരു വൈപ്പർ ഉണ്ട്. ഇവർ രണ്ടുപേരും ഓവർലാപ്പ് ചെയ്യത്തില്ല. ഓക്കെ. ഈ വൈപ്പർ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സെക്ടർ പോലെ കണ്ടോ, ഇത്രയും ആയിരിക്കുമല്ലോ അത് ക്ലീൻ ചെയ്യുന്നത്. കണ്ടോ, ഇത്രയും പോർഷൻ ആയിരിക്കും അവർ ക്ലീൻ ചെയ്യുന്നത്. അതേപോലെ ഇത് ക്ലീൻ ചെയ്യുന്നത് കണ്ടോ, ഇത്രയും പോർഷൻ ആയിരിക്കും അത് ക്ലീൻ ചെയ്യുന്നത്. നോക്കിക്കോ. അപ്പൊ രണ്ട് സെക്ടർ ആയില്ലേ. രണ്ടും കവർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 115 ഡിഗ്രി ആണെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ എത്ര ഭാഗം ക്ലീൻ ചെയ്തു? ഈ സെക്ടറിന്റെ ഏരിയ ഉള്ള ഭാഗം ക്ലീൻ ചെയ്തു. മനസ്സിലായോ? അതിന്റെ റേഡിയസും തന്നിട്ടുണ്ട്. എത്രയാ? ലെങ്ത് ഓഫ് ബ്ലേഡ്. ഇതാണ് ബ്ലേഡിന്റെ ലെങ്ത് അല്ലേ. അതും 25. ഇതും എന്താ? കാരണം വൈപ്പേഴ്സിന്റെ രണ്ട് വൈപ്പേഴ്സിന്റെ ലെങ്ത് സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏരിയ ക്ലീൻഡ് ബൈ ദ ബ്ലേഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 into ഏരിയ ഓഫ് സെക്ടർ ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് 2 into ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാൻ θ/360 into പൈ r സ്ക്വയർ വരുന്നു. അവിടെ നിന്ന് 2 into ഇവിടുത്തെ തീറ്റ 115 ഡിവൈഡ് ബൈ 360 ആണ്. ഇൻറ്റു 22/7 ഇൻറ്റു 25 ഇൻറ്റു 25. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇത് 2 into 115 എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 230 എന്ന് കൺസിഡർ ചെയ്യാം. 230 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 22/7 ഇൻറ്റു 25 ഇൻറ്റു 25 എന്ന് വരും. നമുക്കറിയാം 230 360 നമുക്ക് 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മൾട്ടിപ്ലൈ ചെയ്യുക തന്നെ ഉള്ളൂ നമ്മുടെ ഇത്. അത് മാനുവലി മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ? 23 ഇൻറ്റു 22 ഇൻറ്റു 25 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 7. അപ്പം അത് ചെയ്യുമ്പോൾ 23 ഇൻറ്റു 22 ഇൻറ്റു 25 ഇൻറ്റു 25 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 316,250 ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 252. ഇതിനെ ഡിവൈഡ് ചെയ്താൽ, അതായത് 316,250 ഡിവൈഡഡ് ബൈ 252 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കിക്കോട്ടെ, ശരിയാണോ? കറക്റ്റ്. ഓക്കെ. 1254.9 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് വെട്ടിക്കളയാനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചെറുതാക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ 22/36 കൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറുതാക്കാമായിരുന്നു. 2 വെച്ച്. അപ്പൊ 11/18 എന്ന് കിട്ടും. എന്നാലും വീണ്ടും ചെയ്യേണ്ടി വരും. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ടു വാൺ ഷിപ്സ് ഓഫ് underwater rocks a lighthouse spread a red colored light over a sector of angle 80 degree to a distance of 16.5 kilometer. Find the area of sea over which the ships are warned. വാൺ ചെയ്യാന്നുള്ളതല്ല, വാണ്ടെന്നല്ല, മറ്റേ വാൺ ചെയ്ത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ആദ്യം ആലോചിച്ചോണം. ലൈറ്റ് ഹൗസ് സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഇത്, ഇവിടെയാണ് വെട്ടം, ഈ വെട്ടം തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ, ചിലപ്പോൾ ഇത്രയും പോർഷൻ, ചിലപ്പോൾ എന്താണ് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം ഇതിനെ നിങ്ങളൊരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിയുടെ എത്ര പോർഷനാണ് ഇത് എടുക്കുന്നത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അതിന്റെ ടോപ്പ് വ്യൂ കൺസിഡർ ചെയ്യണം. നിങ്ങൾ ലൈറ്റ് ഹൗസ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു ഹെലിക്യാം വെച്ചിട്ട് താഴോട്ട് ഷൂട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ പടം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് ലൈറ്റ് ഹൗസ്. മുകളിൽ നോക്കുമ്പോൾ ഒരു പോയിന്റ് പോലെ ഇരിക്കും. ഇതിന്റെ റെഡ് ലൈറ്റ് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അടിക്കുക. മുകളിൽ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. കണ്ടോ, അപ്പൊ ഇത്രയും പോർഷൻ, കടലിന്റെ ഇത്രയും പോർഷൻ എന്താണ്, അത് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കി നമുക്ക് കണ്ടോ ഇങ്ങനെ സർക്കിൾ പോലെ ആയി ഇല്ലേ. അപ്പൊ റെഡ് ലൈറ്റ് ആയതുകൊണ്ട് ആ റെഡ് ലൈറ്റ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഇവിടോട്ടൊന്ന് എന്ത് ചെയ്യാം, ഇത്രയും പോർഷൻ ആണ് കടലിലെ അത് എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. ആ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഏരിയ ഓഫ് സെക്ടർ തന്നെ കണ്ടുപിടിച്ചാൽ മതി. എന്താ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുമ്പോൾ എന്താ, സെക്ടർ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ 360 ഇൻറ്റു എന്താ പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് 80 ആണ്. 80 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു എത്രയാ 22/7 ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റേഡിയസ് ഇവിടെ എത്ര വന്നിട്ടുള്ളത് 16.5 ആണ്. 16.5 ഇൻറ്റു 16.5 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നോക്കിയോ, ഇത് 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 4, ഇത് 18, വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 2, ഇത് 9. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2/9 ഇൻറ്റു 22/7 ഇൻറ്റു 16.5 ഇൻറ്റു 16.5 ഇങ്ങനെ ചെയ്യുന്നതിലും ഭേദം ഞാൻ എന്താണെന്നറിയോ, പോയിന്റിനെ എപ്പോഴും 16.5നെ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉള്ള ഡിജിറ്റിനെ നമുക്ക് ഡിവൈഡ് ബൈ 10 എന്ന് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം, 2/9 ഇൻറ്റു 22/7 ഇൻറ്റു 165/10 എന്നാക്കാം. ഇതും 165/10 എന്നാക്കാം. കാരണം എന്താണെന്നറിയോ, 16.5നെ പോയിന്റ് മാറ്റാൻ വേണ്ടി ഇൻറ്റു 10 ആണ് ചെയ്യേണ്ടത്. ഇൻറ്റു 10 ചുമ്മാ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ഡിവൈഡ് ബൈ 10 കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും, 165 ആയിട്ട് മാറും, താഴെ ഒരു 10 കിടക്കും. അതുകൊണ്ടാണ് 16.5നെ നമുക്ക് 165/10 ആക്കി എഴുതാൻ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, നമുക്ക് ഇവിടെ എന്താണ് ഈ 2ഉം ഈ 10ഉം കണ്ടോ, ഇത് 5 ആക്കാം, വീണ്ടും ചെറുതാക്കാം. 16 7നെ പറ്റുമോ, ഈ 7 14 2 5 പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്തായാലും മാനുവലി ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലേ. 7 9നെ പറ്റുമോ, അതും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ മാനുവലി ചെയ്യാൻ പറ്റത്തുള്ളൂ. മാനുവലി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ, ഇവിടെ ഇതിനെ കുറച്ചുകൂടെ ചെറുതാക്കാം, ഇത് 11ഉം ഇതും 5 ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 11 ഇൻറ്റു 165 ഇൻറ്റു 165, അതിന് വേണം 5നെ 9 ഇൻറ്റു 7 ഇൻറ്റു 5 ഇൻറ്റു 5, ഇതിനെ രണ്ടിനെയും കൂടെ കട്ട് ചെയ്യാം. നമുക്കറിയാം 3 5 15 33 ആക്കാം. ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്യുമ്പോൾ ഇത് 33 ആക്കാം, വീണ്ടും ചെറുതായി. ഓക്കെ, അപ്പൊ ഇനിയിപ്പം 9 10 ഇതിനെ രണ്ടിനെയും കൂടെ വെട്ടാം. ഇതിനെ രണ്ടിനെയും കൂടെ വെട്ടുന്ന സമയത്ത് ഇത് എത്രയാ, 3 വെച്ച് വെട്ടുമ്പോൾ ഇത് 11 ആണ്, ഇത് 3 വെച്ച് വെട്ടുമ്പോൾ എന്താണ് 9. വീണ്ടും ഇതിനെ രണ്ടിനെയും കൂടെ വെട്ടാം, 3 വെച്ച് വെട്ടുമ്പോൾ എത്ര, ഇത് 11. അപ്പൊ വീണ്ടും ചെറുതായി. അപ്പൊ ഇത് നോക്കിയേ, 11 ഇൻറ്റു 11 ഇൻറ്റു 11 ഡിവൈഡ് ബൈ താഴെ എന്തേ ഉള്ളൂ 7. അപ്പം അത് ഇനിയിപ്പോ ചെയ്യാൻ എളുപ്പമല്ലേ. ഇനിയിപ്പം 11 ഇൻറ്റു 11 ഇൻറ്റു 11 ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണ്, ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ എത്രയാണ് 7 ചെയ്യുമ്പോൾ നമുക്ക് 190 ആണോ ആൻസർ നോക്കട്ടെ. 190 കറക്റ്റ്, 189.97. എനിക്ക് 190 ആണ് കിട്ടിയത്. ഈസ് ഈക്വൽ ടു 190.1 എനിക്ക് കിട്ടിയത്, അത്രയും സെന്റിമീറ്റർ ക്യൂബ്. ശരിക്കും 180.97 ആണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. നമ്മൾ ചിലപ്പം പോയിന്റ് കഴിഞ്ഞിട്ടുള്ള
ഒന്ന് രണ്ട് വാല്യൂ എടുക്കും, അല്ലെങ്കിൽ അവരിപ്പോൾ ഈ 16.5 ഇട്ട് തന്നെയായിരിക്കും അവർ ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ വ്യത്യാസം വരും, അത് കുഴപ്പമില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൂടെ ഒന്ന് എഴുതാം, അതുകൂടെ എഴുതിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, അതുകൊണ്ട് അത് ഹോംവർക്ക് ആയിട്ട് എഴുതിക്കുവേ. അപ്പം ഇതുകൂടെ ചെയ്തോളൂ, ഇതുകൂടെ ഞാനിപ്പോൾ തരാം, നോക്കിക്കോളൂ. എ റൗണ്ട് table cover has 6 equal designs as shown in the figure. If the radius of the cover is 28 centimeter, find the cost of making design at a rate of 0.35 per centimeter square. ഒന്നുമില്ല, അവര് ഒരു ടേബിൾ ക്ലോത്ത് തന്നിട്ടുണ്ട്, കവർ, എന്നിട്ട് ഒരു ഡിസൈൻ തന്നിട്ടുണ്ട്. ഡിസൈൻ എവിടെ മാത്രമേ ഉള്ളൂ എന്നറിയാമോ? ആ സെഗ്മെന്റ് പോലെ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇതിനകത്തും ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെ, അതേപോലെ തന്നെ ഇങ്ങനെ, അതേപോലെ തന്നെ ഇങ്ങനെ, അതേപോലെ തന്നെ ഇങ്ങനെ, അതേപോലെ തന്നെ ഇങ്ങനെ കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു ഹെക്സഗൺ ഫോം ചെയ്തിരിക്കുക. ഈ ഭാഗത്ത് മാത്രമേ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. അതായത് കണ്ടോ, ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്, ഇവിടെയും 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 ഇത്രയിടത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിസൈനിന്റെ പൈസ കണ്ടുപിടിക്കണം. 1 സെന്റിമീറ്റർ സ്ക്വയറിന് 0.35 രൂപയാണ്. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ പച്ച ഭാഗം മൊത്തം എത്ര ഏരിയ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ആ ഏരിയ ഇൻറ്റു 0.35 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം എത്ര രൂപ ആ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കിട്ടിയെന്ന് ആയെന്നുള്ളത് കണ്ടുപിടിക്കാം. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇവിടെ സെഗ്മെന്റ് ആണ്, നോക്കിയേ, ഇവിടെ ഇതാണ് നമ്മുടെ സെൻട്രൽ പോയിന്റ് അല്ലയോ. ഞാൻ ഇതിനെ ഒരു സെക്ടർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോ, ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇതിനെ നമുക്കൊരു സെക്ടർ കണ്ടോ, ഈക്വൽ കണ്ടോ, ഇത് ഒരു ഹെക്സഗൺ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലേ. ഈ ഹെക്സഗൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും, അല്ലെങ്കിൽ എത്രയാ, സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും 60 ആയിരിക്കും. കണ്ടോ, ഇത് 60. കാരണം അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇത് എത്ര ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 എണ്ണം. അപ്പം നമ്മൾ തീറ്റ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? 360 ഡിവൈഡഡ് ബൈ 6 എണ്ണം. 360 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 6 6 36, അപ്പൊ എത്ര? 60. നോക്കിയേ, ഇത് 60 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതും എത്രയായിരിക്കും? 60. ഇതും 60 ആയിരിക്കും, ആണല്ലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണം പഠിച്ചായിരുന്നു, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വെച്ചിട്ടുള്ള ഒരു സാധനം. നമുക്ക് ഏരിയ ഓഫ് ദ ഈ സെഗ്മെന്റ്, ഞാനിപ്പം ഈ റെഡ് സെഗ്മെന്റ് മൈനർ സെഗ്മെന്റ് അല്ലേ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ സെക്ടർ ഇത് ഉൾപ്പെടുന്ന ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ഈ ട്രയാങ്കിൾ ഏരിയ മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ നോക്കിയോ, ഞാൻ വേണമെങ്കിൽ ഒരു നെയിം കൊടുക്കാം. ഇതിന് ഒ എന്നും ഇതിന് എ എന്നും ഇതിനൊന്ന് ബി എന്നും കൊടുക്കാം. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ 6 മൈനർ സെഗ്മെന്റ് ഏരിയ കണ്ടുപിടിക്കണം. ഒരെണ്ണത്തിന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു 6 ചെയ്താൽ മതി. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ചെയ്താൽ പോരെ. ഈ ട്രയാങ്കിൾ പ്രത്യേകത, ഈ ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്? AOB ചെയ്താൽ മതി. അപ്പൊ നമുക്കറിയാം ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാൻ തീറ്റ ബൈ 360
ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ് മൈനസ് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ ആണ്. റേഡിയസ് അവർ തന്നിട്ടുണ്ട് 28 ആണ്. അപ്പൊ എല്ലാ സൈഡും 28 തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 60 ആണ്. 60 ഡിവൈഡ് ബൈ 360 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് 28 ഇൻറ്റു 28 മൈനസ് √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ അതും 28 ഇൻറ്റു 28 അല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇത് 1/6 വരുന്നു. അപ്പോൾ 1/6 ഇൻറ്റു 22/7 ഇൻറ്റു 28 ഇൻറ്റു 28 മൈനസ് ഇവിടെ √3/4 ഇൻറ്റു 28 ഇൻറ്റു 28 അല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് ചെറുതാക്കാൻ നോക്കി. ഇത് 7 4 28. ഓക്കെ, ഇവിടെ കണ്ട 7 4 28 അത് കട്ട് ചെയ്തു. ബാക്കി ഇവിടെ ഇത് രണ്ടും കട്ട് ചെയ്ത് 11 ഇത് 3 വരും. ശരിയല്ലേ? ബാക്കി ഇവിടെ 11 ഇൻറ്റു 4 ഇൻറ്റു 28 ആണ് ഡിവൈഡ് ബൈ 3. ഇവിടെയോ √3 ഇൻറ്റു 28 ഇൻറ്റു 7 എന്ന് വരും. ആണല്ലോ? ഇതിനി മാനുവലി മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ, വഴി വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ? അപ്പൊ മാനുവലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. 11 ഇൻറ്റു 4 ഇൻറ്റു 28. അപ്പൊ നമുക്ക് ഇവിടെ 1232 ഡിവൈഡ് ബൈ 3 മൈനസ് ഈ √3ക്ക് വാല്യൂ കൊടുക്കുകയാണ് 1.732 കൊടുക്കുകയാണ് ഇൻറ്റു 28 ഇൻറ്റു 7 ചെയ്യാണ്. ഓക്കെ, ഇത് ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് 410 കിട്ടും. 410.6 കിട്ടും. മൈനസ് ഇത് ചെയ്യുമ്പോൾ 1.732നെ നമ്മൾ 28 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റു 7 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 339.47 ആണ്. അപ്പൊ ഇനി അത് തമ്മിൽ മൈനസ് ചെയ്താൽ പോരെ? ശരിയല്ലേ? 410ൽ നിന്ന് 410.6ൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടാൻ പോകുന്നത് 71.12. ഇത് ഒരു സെഗ്മെന്റിന്റെ ഏരിയ. അത് ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ സെഗ്മെന്റിലാണ് അതിന്റെ ഏരിയ. അങ്ങനെ എത്ര സെഗ്മെന്റ് ഉണ്ട്? 6 സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത്രയും ഒരു സെഗ്മെന്റ് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം ഏരിയ ഓഫ് വൺ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 71.2 71.12 കിട്ടി. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം അതേ ഏരിയ ഉള്ള സെഗ്മെന്റ് തന്നെയാണ് അടുത്തത്. സോ എന്താണ് ഏരിയ ഓഫ് 6 സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 6 സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 71.12 എന്ന് വരും അല്ലേ? ഇൻറ്റു 6 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? 426.76 സെന്റിമീറ്റർ സ്ക്വയർ വരും. നമുക്കറിയാം ഒരു സെന്റിമീറ്റർ സ്ക്വയറിന് എത്ര രൂപയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 0.35 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0.35 റുപ്പീസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 426.76 സെന്റിമീറ്റർ സ്ക്വയറിന് എത്ര രൂപയായിരിക്കും? 426.76 ഇൻറ്റു 0.35 ചെയ്താൽ മതി. ഇൻറ്റു 0.35 ചെയ്യുമ്പോൾ 0.35 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 149.36 രൂപയായിരിക്കും. ഏകദേശമാണ്, ചിലപ്പം ചെറിയ വ്യത്യാസം കാണും. എനിക്ക് ഒരു സെക്കൻഡ്, എന്തോ ഇതിന്റെ ആൻസറിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 333 ആണ്. 410 കറക്റ്റ് ആണ്. 330. ഒരു സെക്കൻഡ്, ഞാൻ ചെറിയൊരു വ്യത്യാസമുണ്ട് ആൻസറിനകത്ത്. ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് തെറ്റാൻ തോന്നുന്നു. 1.732 ഇൻറ്റു 28 ഇൻറ്റു 7 1.732 ഇൻറ്റു 28 ഇൻറ്റു 28 ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 4. കറക്റ്റ് ആണ്. എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ആൻസർ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. പക്ഷെ എനിക്ക് അവിടെ എന്തോ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടോ എന്നൊരു സംശയം. 333 ആണ് കിട്ടുന്നത്. 333 410.6 അത് കറക്റ്റ് ആണ്. ഈ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനകത്താണ് തെറ്റോ എന്നത്. അത് നിങ്ങളുടെ ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ആൻസർ 333.2 എന്നാണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ 339.47 കിട്ടുന്നത്. ഇതാ കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. 333.2 ആണോ കിട്ടുന്നത് നോക്കുക. ഏതാണെന്നറിയോ? ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ആൻസർ വെച്ചിട്ട് ഇതാണ് ആൻസർ. ഇത്രയും രൂപയാവും. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ പുറകെ കിടക്കുന്ന ആൻസർ എത്ര? 162 ആണോ കിടക്കുന്നത്? ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമോ ശ്രേയ? ശ്രേയ,
ശ്രേയ പറഞ്ഞോ, ശ്രേയ. ഓക്കെ, എന്നാൽ തൽക്കാലം നമുക്ക് ഇങ്ങനെ നിർത്താമേ. കാരണം നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഹോംവർക്ക്, ഏറ്റവും ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ ഹോംവർക്ക്. ടിക്ക് ദ കറക്റ്റ് സൊല്യൂഷൻ, അത് ഹോംവർക്ക് ചെയ്യാം. ഇങ്ങനെ നിർത്താം.